വീട്ടിലെത്തോ ഞാൻ? അതാ എൻ്റെ സംശയം. ഇപ്പോഴത്തെ ഞാൻ ഇങ്ങനത്തെ ഇതിലൊക്കെ ഭയങ്കര എക്സ്പേർട്ട് ആക്ച്വലി. എന്നാണാവോ ഞാൻ ഇത് കുറച്ച് ചെറിയ കൊലയാട്ടോ. മുന്തിരിയുടെ വിൽപ്പന തുടങ്ങേണ്ടി വരും. ഞാൻ ഇവിടെ വാട്ട് എന്നെ ഹെൽപ്പ് ചെയ്യാൻ. ഞാൻ മുകളിലേക്ക് ഇപ്പൊ കയറി എവറസ്റ്റ് കൊടുമുടിയിലേക്ക് എത്താറായി. ഞാൻ നിങ്ങളെന്താ ആരെന്റെ അടുത്ത് നിൽക്കാത്തത്? നിങ്ങൾ അങ്ങനെ അയ്യോ ജയ ശ്രീലാളിതനായിട്ട് അപ്പുറത്തെ വീട്ടിലേക്ക് എത്താവോ? നമ്മുടെ ഗ്രേപ്സുകളുടെ കൂട്ടം. നമ്മൾക്ക് വളം നിടാൻ പറ്റിയിട്ടില്ല ഇതില്ല കേട്ടോ. പക്ഷെ നല്ല ടേസ്റ്റുള്ള മുന്തിരിയാണത്. ഒരു കർഷകന്റെ അമ്മേ അത് പൊട്ടിയില്ലോ. ഞാൻ പോയിട്ട് കാലത്തിന്റെ കുളിയൊക്കെ കഴിഞ്ഞതാട്ടാ. നിങ്ങൾ വിചാരിക്കും ഞാൻ കുളിക്കാതെയാണോ ഈ വക പെർഫോമൻസിനൊക്കെ. ഞാൻ കുളിച്ച് റെഡി ആയിട്ട് സുന്ദരിക്കുട്ടി ആയോന്ന് വെച്ചാൽ സുന്ദരിക്കുട്ടി ആയിട്ടല്ല. ഇപ്പൊ നമ്മൾ അതിൻ്റെ ഇടയിൽ കൂടെ കുറച്ച് തുണികളൊക്കെ ഒന്ന് എടുത്ത് വിടാം. നമുക്ക് സവോളയും കടുകും ഉഴുന്ന് പരിപ്പിട്ടുണ്ടായിരുന്നു നല്ലൊരു മണത്തിന്. പിന്നെ സവോളയും വെളുത്തുള്ളി ഇങ്ങനത്തെ മുളകില്ലേ, ഇങ്ങനത്തെ മുളക്, ഉണ്ടമുളക്, അത് കറിവേപ്പില, ഇതും കൂടി ഇടണം കേട്ടോ. ഒരല്പം മഞ്ഞപ്പൊടി ഇടാം കേട്ടോ അതില്. പിന്നെ മുളക് പൊടി ഇടണം. മുളക് പൊടി അല്ല കുറച്ചുകൂടി ഇടാൻ വേണമെങ്കിൽ. ഇത് കളറുള്ള മുളക് പൊടി ഇട്ടാ. കളറുള്ളതും കളറില്ലാത്തതൊക്കെ കണ്ടുപിടിക്കാനായിട്ട് നല്ല പാടുണ്ട്. എഴുതി വെച്ചുകൂടെ എന്ന് ചോദിക്കാം. ഓരോരോ കുലസിത പ്രവർത്തികൾ. അപ്പം അതാ ഇതിലേക്ക് നമുക്ക് ഷെഫിൻ്റെ വിളി എല്ലാവർക്കും നല്ലോണം എത്തിയിട്ടുണ്ട്. ഇതൊരല്പം വെള്ളം കൂടി ഒഴിക്കുകയാണ് ഞാൻ. അല്ലെങ്കിൽ ഇവിടെ ഇത് കണ്ട അട്ടഹാസമായിട്ടുള്ള ഈ മുളക് കൊണ്ട് ഇട്ടിട്ട് പിന്നെ നമ്മുടെ ഒരു ചെറിയ ഉള്ളിയിൽ ഒരു കഷ്ണം ഇട്ടിട്ട് കുറച്ച് ഉപ്പിട്ടിട്ട് ഇതങ്ങോട്ട് കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് അരയ്ക്കുക. ചമ്മന്തി ചെയ്യണം. അപ്പം അതാണ് ചമ്മന്തി. തക്കാളി നമ്മൾ ഉടഞ്ഞ് നല്ലൊരു സ്മാഷ് ആകുമ്പോൾ നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതാ ഇതാ ഇപ്പം നമ്മൾ ഭക്ഷണം കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റ്. തക്കാളി ചട്നിയാണ് ടേസ്റ്റ് ചെയ്യുന്നത്. സൂപ്പർ. ഉണ്ടായ സാധനങ്ങൾ കഴിക്കാന്ന് പറയുമ്പോഴേ അതിൽ പലൊരു സുഖം വേറെ ഇല്ല. എന്തൊരു പല സുഖം നിങ്ങളെ പറയണമെങ്കിൽ വിചാരിക്കും. അയ്യോ അതിനൊക്കെ വെള്ളം വരണം. ആ ടേസ്റ്റ് കൊതി എൻ്റെ തൊണ്ട് സോസും കൂടി ഒഴിക്കാം നമുക്ക്. കറി ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഞാനിപ്പോൾ കടയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ല കടയ്ക്ക് പോകാമെന്ന് വിചാരിച്ചു. കാരണം ഉച്ചയ്ക്ക് ശേഷം അല്ല വൈകുന്നേരത്തിന് ശേഷം 5 മണിക്ക് ശേഷം കടകളുണ്ടാവില്ല. നമുക്ക് കടയിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വരാം. നാളെ മൺഡേയാണ്. പ്രത്യേകിച്ച് തേവയ്ക്ക് സ്കൂൾ തുറക്കുകയാണ്. പിന്നെ ഒരു കടയാണ് വൈകുന്നേരത്തിന് ശേഷം തുറന്നിരിക്കുള്ളൂ. അതിൽ ഭയങ്കര വിലയാണ്. അപ്പം ഞാനിപ്പോൾ പോയിട്ട് ഇന്നത്തെ ഉച്ച ഒന്ന് കാണിച്ചു കൂട്ടി. ഉച്ച എന്ന് പറഞ്ഞാൽ ഇവിടെ നല്ല വെയിലുള്ള കാലങ്ങളാണ്. വെയിൽ കാലമാണതിപ്പോൾ. അപ്പോൾ ഈ ഒരു പൊരിഞ്ഞ വെയിലത്ത് എന്തിനാ ഇങ്ങനെ പോകണമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. അല്ലേ? നമ്മൾ കടയ്ക്ക് പോവാണ്. എപ്പോഴും കാണുന്ന ഷോപ്പിംഗ് മാൾ തന്നെയാണത്. എല്ലാ ബ്ലോഗുകളിലും ഉണ്ടാവും ഈ ഷോപ്പിംഗ് മാൾ. പച്ചക്കറി കട തുറന്നിട്ടില്ല. പച്ചക്കറി ഇൻസ്റ്റന്റ് ലൈറ്റസ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്.
ഗ്രീൻ ആപ്പിൾ. അൾട്രാസോണിക് ക്ലീനർ എന്ന് പറഞ്ഞിട്ട് ഈ സാധനങ്ങൾ എന്ത് ക്ലീൻ ചെയ്യാനാണ്? കോണ് അല്ലേ, കോൺ റിമൂവ് ചെയ്യണ ഇതേപോലെ. ഭയങ്കര പോപ്പുലർ ആണ് ബുൽദ സ്പൈസി രാമൻ. ഇൻസ്റ്റന്റ് നൂഡിൽസ് അല്ലേ, ആൾഡിയിലാട്ടോ ഉള്ളത്. അയ്യോ ഇതാണ് ബക്ലാവ. എന്ത് സ്വീറ്റാ? സ്പാനിഷ് സ്വീറ്റാ, ലെബനീസ്. വീഡിയോ ഇത്രയേ ഉള്ളൂ, ഒരു വലിയ കാണാട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 5 മണിയാകുമ്പോൾ നമ്മളേക്ക് കട അടയ്ക്കും. പ്രത്യേകിച്ച് സൺഡേ ആണെങ്കിൽ പറയും വേണ്ട. ഇവിടുത്തെ കടകളെല്ലാം അങ്ങനെയാണ്. മോസ്റ്റ്ലി വ്യാഴാഴ്ച തേഴ്സ്ഡേ മാത്രമാണ് 8:30 9 വരെ ഉണ്ടാവുള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ പെട്ടെന്ന് തന്നെ കണ്ടിട്ട് അതിന് നിങ്ങൾ ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ നല്ല നല്ല വീഡിയോസായിട്ടൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം, ബൈ ബൈ.